ദേ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ചെയ്യണത് കേട്ടോ. നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് ഗൂഗിൾ പേക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് തന്നെ ഗൂഗിൾ പേ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പേയ്മെന്റ് പറ്റുള്ളൂ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കണ്ടാലോ. ഓട്ടോ മെക്കാനിക്, ടർണർ, ഫിറ്റർ തുടങ്ങിയവയ്ക്കും അഡ്മിഷൻ തുടരുന്നു. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പ്രൊമോഷൻ സാധ്യമായ കണ്ടില്ലേ, എൻട്രൻസിൽ വരുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാളുകൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ ഫസ്റ്റ് സ്റ്റാൾ ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ തുടങ്ങിയാലോ. ഒട്ടുമിക്ക എല്ലാ സ്റ്റാളുകളും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈഡുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കാണാൻ എന്താന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ കപ്പുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അങ്ങനെ ഞാൻ കപ്പുകൾ അങ്ങനെ മേടിച്ചു കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം റേറ്റ് കുറച്ച് കൂടുതലുണ്ടോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷനിൽ ചെരുപ്പുകളൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറവിൻ്റെ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയെടുക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും നല്ലതൊക്കെ. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അച്ചാറുകൾ, കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ. ഓരോ സ്റ്റാളിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് അടിക്കാനായിട്ട് ഓരോ സാധനങ്ങൾ കിട്ടിയിട്ടോ. അപ്പൊ നമ്മളതൊക്കെ പതുക്കെ ഇങ്ങനെ തിന്ന് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ചു. അത്യാവശ്യം റൈറ്റ് കൂടുതലായിട്ട് ഇത് കണ്ടു നടക്കുക, റൈഡിലൊക്കെ കയറാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൃഷ്ണ നമ്മുടെ വീടുകളിലെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അച്ചാറുകള്, അപ്പുറത്തെ സെക്ഷനിൽ ബുക്ക്, ബാഗ്, ചെരുപ്പ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കുറെ നാളായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി വെച്ചു കേട്ടോ. നല്ല ഒരെണ്ണം തന്നെ നമ്മൾ എടുക്കുകയും അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കിട്ടിയത്. അതൊരു ലാഭമായി. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചെറുതായിട്ടൊക്കെ വില കുറച്ച് തരുന്നുണ്ട്. റൈഡൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ മെയിൻ അജണ്ട ഇതിൽ കയറാന്നുള്ളതാണ്. ₹100 ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇതുണ്ട്. അതിൽ കയറാനായിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബജികളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബജിയൊക്കെ കഴിച്ച് പതിയെ റൈഡ് കയറാനായിട്ട് പോവാം. റൈഡുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ളത്. വലിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് യന്ത്രൂഞ്ഞാല്, പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഒരു 3 മറ്റോ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ യന്ത്രൂഞ്ഞാലിൽ ഞാൻ കയറിയിട്ടുള്ള കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുന്നേ വേറൊരു സാധനം കാണിച്ചു തരാം. ആന്റിക് കളക്ഷൻസ് ഒരുപാട് അവിടെ കണ്ടു കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തറവാട്ടിൽ പോകുമ്പോഴാണ് ഈ ചിമ്മിണിയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കോയിൻസും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ഒരു ഫാമിലി ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോകാൻ, നമ്മുടെ യന്ത്രൂഞ്ഞാലിൽ കയറാനായിട്ട്. അപ്പോൾ ഗെയിമൊക്കെ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം നമ്മൾ കളിച്ചു നോക്കിയിട്ടാ. പക്ഷെ ഒന്നും കിട്ടിയില്ല. നേരെ നമ്മൾ യന്ത്രൂഞ്ഞാലിൽ കയറാൻ വന്നിട്ടുണ്ട്. ഇനിയാണ് അംഗം. കണ്ടില്ലേ, യന്ത്രൂഞ്ഞാലിന്റെ തുമ്പത്ത് കയറിയിരുന്ന് പേടിച്ച് തലയും ചുറ്റി അവിടുന്ന് കുറച്ച് സാധനങ്ങളും പേടിച്ച് വരുന്ന വരവാണ് ഇട്ടത്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അതിനായിട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തും. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമന്റും എന്തായാലും ഇടണം കേട്ടോ. അപ്പൊ ഓക്കെ, എന്നാ ബൈ.